ഹലോ കൂട്ടുകാരെ, ജിഫീസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമ്പനയിൽ കണ്ടല്ലോ, നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു സാമ്പാർ, വളരെ രുചികരമായ സാമ്പാർ എങ്ങനെ റെഡിയാക്കാമെന്ന റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഒരു കുക്കറിലേക്ക് നമ്മൾ കുറച്ച് പരിപ്പ് തലേ ദിവസം കുതിർത്തി വെച്ചതാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. ഞാനിവിടെ ഒരു അര ഗ്ലാസ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് സാധാരണ പരിപ്പാണ് കേട്ടോ. നമ്മൾ താളിക്കാനും ചോറിനൊക്കെ കൂട്ടുന്ന സാധാരണ പരിപ്പ് കറിക്ക് ഉപയോഗിക്കുന്ന പരിപ്പാണ്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു തണ്ട് കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ ആവശ്യത്തിന് വെള്ളം, ഇത്രയും സംഗതികൾ വെച്ചിട്ടാണ് നമ്മൾ പരിപ്പ്, പയർ, കടല ഇതൊക്കെ വേവിക്കുന്നതെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇതൊരു ടിപ്പാണ് കേട്ടോ. ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് വെന്ത് വരുമ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മണമായിരിക്കും. അപ്പോൾ ഇതാ സാമ്പാറിന് വേണ്ടുന്നുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, നമ്മുടെ കയ്യിലുള്ളതുപോലെ കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ വഴുതനങ്ങ, മത്തങ്ങ, ഉരുളക്കിഴങ്ങ്, കുറച്ച് തക്കാളി, കുറച്ച് വെണ്ടക്ക, പിന്നെ ചേമ്പൊക്കെ ഇടുമ്പോഴത്തേനും നമ്മുടെ സാമ്പാറിന് നല്ല കൊഴുപ്പ് തോന്നിക്കും. അപ്പോൾ പരിപ്പിൻ്റെ അളവ് കുറച്ച് കുറഞ്ഞാലും ചേമ്പിടുമ്പോൾ നന്നായിട്ടൊരു കൊഴുപ്പ് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പച്ചക്കറികളുടെ കണക്കനുസരിച്ച് അതിനനുസരിച്ച് പച്ചക്കറികൾ എടുക്കുക. ഉള്ള പച്ചക്കറികൾ നല്ല രീതിയിൽ കറക്റ്റായിട്ടുള്ള ഒരു ഫോർമേഷനിൽ എടുക്കുക. അപ്പോൾ നമുക്കറിയാലോ, തക്കാളിയൊക്കെ കുറച്ച് അധികം വേണം, അതുപോലെ തന്നെ വെണ്ടയ്ക്കയും കുറച്ച് അധികം വേണം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ഈ കട്ടിയായിട്ടുള്ള പച്ചക്കറികളില്ലേ, കട്ടിച്ചരക്കായിട്ടുള്ള, അതായത് പെട്ടെന്ന് വേവാത്ത, അതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മുടെ തക്കാളി, വെണ്ടക്ക, വഴുതനങ്ങ, ഈ 3 പച്ചക്കറികളും വളരെ പെട്ടെന്ന് വേകുന്നതാണ്. അപ്പോൾ നമ്മളിത് കുക്കറിലിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്തു പോകും. അതുകൊണ്ട് ഞാനത് പതിയെ ഒന്ന് വാട്ടിയിട്ടാണ് എടുക്കുന്നത്. അതായത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഈ തക്കാളിയും വെണ്ടയ്ക്കയും വഴുതനങ്ങയും പച്ചയ്ക്ക് നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു സവാളയും കൂടി അരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കും. കുഴഞ്ഞു പോയാലും വലിയ പ്രശ്നമില്ല, കാരണം തക്കാളിയൊക്കെ എന്തായാലും നമുക്ക് സാമ്പാറിൽ കുഴഞ്ഞിട്ടാണല്ലോ കിട്ടുന്നത്. അപ്പോൾ പതിയെ ഒന്ന് വാട്ടി നന്നായിട്ട് എടുക്കും. ഇങ്ങനെ വാട്ടിയെടുക്കുന്ന സമയം കൊണ്ട് അപ്പുറത്ത് നമ്മുടെ പരിപ്പ് സംഗതികളൊക്കെ ഇതാ ഒരു 1/4 വേവായിട്ടുണ്ട്. ഈ 1/4 വേവിൽ നമ്മൾ നിർത്തണം. അതായത് ഈ 1/4 വേവിൽ നിർത്തിയ ഈ പരിപ്പിലേക്ക് വേണം നമ്മുടെ മറ്റുള്ള കഷ്ണങ്ങൾ, അതായത് ചേമ്പും ഉരുളക്കിഴങ്ങും മത്തനൊക്കെ വെന്ത് കുറുകിപ്പോയാലും പ്രശ്നമില്ല കേട്ടോ. കാരണം മത്തങ്ങയൊക്കെ വെന്ത് നന്നായിട്ട് കുറുകി വരുമ്പോഴാണ് സാമ്പാറിനൊരു പ്രത്യേക ടേസ്റ്റും ഒരു വല്ലാത്തൊരു രുചിയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ദാ ഇവിടെ നമ്മുടെ വെണ്ടയ്ക്കയും വഴുതനങ്ങയും തക്കാളിയും വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി, ഇത്രയും പൊടികൾ ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ പരിപ്പിലിട്ട് വേവിച്ചത് കൊണ്ട് ഞാൻ ഇവിടെ ഇപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ 3 പൊടികളും ചേർത്ത ശേഷം നമ്മുടെ ഈ പച്ചക്കറികൾ ഒന്ന് വഴറ്റിയെടുക്കുക. ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ഓർക്കത് വല്ലാണ്ട് വെന്തു പോയല്ലോ എന്ന്. ഇല്ല കേട്ടോ, അങ്ങനെയൊന്നും വെന്തിട്ടില്ല. അപ്പോൾ ഇതാ ആ നേരം കൊണ്ട് ഒരൊറ്റ വിസലിന് നമ്മുടെ ബാക്കിയുള്ള പരിപ്പിലിട്ട പച്ചക്കറികളൊക്കെ നല്ല അസലായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ കണക്കനുസരിച്ച് നന്നായിട്ട് കുറുകിയ സാമ്പാർ വേണമെങ്കിൽ വേറെ വെള്ളമൊന്നും പൊഴിക്കേണ്ട. പക്ഷെ ഇത് ഇരിക്കും തോറും കട്ടി വയ്ക്കും, അതായത് കുറുകി വരും. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആവശ്യത്തിന് വെള്ളത്തിന് നമ്മൾ കുറച്ച് പുളി പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പുളി ഇവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ ഒരു കോപ്പ വെള്ളത്തിൽ, ചെറിയ കോപ്പയുണ്ടല്ലോ, ആ കോപ്പ വെള്ളത്തിൽ ഞാൻ പിഴിഞ്ഞ് വെച്ചിരുന്നത്. നമുക്കിനി ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ നല്ല രുചിക്ക് വേണ്ടി കായപ്പൊടി ചേർക്കും. ഇപ്പം മാത്രമല്ല, ലാസ്റ്റ് ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിലും കൂടി ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കും കേട്ടോ. അപ്പോൾ ഇതാ അതിലേക്ക് കായപ്പൊടിയും കൂടി ഇട്ട ശേഷം നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ അനുവദിക്കുക. നമുക്ക് വെള്ളം നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ചില ആൾക്കാർക്ക് നല്ല കുറുകിയ സാമ്പാറായിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് നല്ല കട്ടി സാമ്പാറായിരിക്കും ഇഷ്ടം. അപ്പോൾ ഇവിടെ ഇച്ചിരി വെള്ളം പോലത്തെ സാമ്പാറാണ് നമുക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി വെള്ളം, കുക്കറിലെ വെള്ളം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകി ചുറ്റിച്ച് ഇതിലേക്ക് ഒഴിച്ചാൽ മതി. സാമ്പാർ ഇതാ നല്ല അടിപൊളിയായിട്ട് വെട്ടിത്തിളച്ച് വരുന്നുണ്ട്. സാമ്പാർ ഒരു 10
മിനിറ്റ് അല്ലെങ്കിൽ ഒരു 7 മിനിറ്റെങ്കിലും കുറഞ്ഞത് ലോ ഫ്ലെയിമിൽ വെച്ച് തിളക്കാൻ അനുവദിക്കണം. നന്നായിട്ട് തിളച്ചാൽ മാത്രമേ സാമ്പാറാവുള്ളൂ. അപ്പോൾ തിളച്ച് കഴിഞ്ഞ സാമ്പാർ ഒരു 7 മിനിറ്റ് തിളപ്പിക്കുക, മാറ്റി വയ്ക്കുക. നമുക്കിനി ഇതിലേക്ക് കടുക് വറുത്തിടണം. ഈ കടുക് വറുത്തിടുന്ന സമയത്തും ശ്രദ്ധിക്കുക, നമ്മൾ കടുക് പൊട്ടിച്ച് ഉള്ളി മൂപ്പിച്ച് കുറച്ച് വേപ്പിലയും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ വറ്റൽമുളകും ഉണ്ടെങ്കിൽ വളരെ നല്ലത് കേട്ടോ. വറ്റൽമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുക. പതിയെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം 1 ടീസ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ഈ താളിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേനും. ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് സാമ്പാർ വെച്ച് നോക്കണം കേട്ടോ. പിന്നെ നിങ്ങളിങ്ങനെ തന്നെ വെക്കത്തുള്ളൂ. അപ്പോൾ ഈ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്ന ഈ മിക്സ് നമ്മുടെ മാറ്റി വെച്ചിട്ടുള്ള സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പൊക്കെ നോക്കാം. പക്ഷേ ഇപ്പോൾ ഉപ്പൊക്കെ നമ്മൾ ഏകദേശം ബാലൻസ്ഡ് ആയിട്ടുണ്ടാവും. നമ്മൾ വഴറ്റിയിടുന്ന സമയത്തും അതുപോലെ തന്നെ പരിപ്പൊക്കെ വേവിച്ച സമയത്തൊക്കെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ അടിപൊളി സാമ്പാർ റെഡിയായിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് എങ്ങനെ സാമ്പാർ വയ്ക്കാമെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. വീഡിയോ കണ്ടതിനെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും താങ്ക്